ഹായ് ഹലോ വെൽക്കം ടു IS ഫാക്ടേഴ്സ് എഡിറ്റോറിയൽ അനാലിസിസ്. നമ്മുടെ ക്ലാസ് നമ്പർ 2 ആണ് ഏപ്രിൽ 2026. അപ്പോൾ ഇന്ന് മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. സോ നമ്മുടെ ഓൾറെഡി ഫസ്റ്റ് എഡിറ്റോറിയൽ സമ്മറി നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. സോ അതിൻ്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്നും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ക്വിക്ക്ലി സ്റ്റാർട്ട് ദ സെഷൻ. And with me, Arjun R. Shankar, you can read more about me. And meanwhile, നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. യു ക്യാൻ ആക്ച്വലി ഫോളോ ദ ടെലിഗ്രാം ചാനൽ IS ഫാക്ടർ ഇന്ത്യ എന്നാണ് അതിൻ്റെ പേര്. ആൻഡ് അതേപോലെ തന്നെ IS ഫാക്ടർ എക്സ്പ്ലെയിനർ നമ്മുടെ മെയിൻ ആയിട്ടുള്ള യൂട്യൂബ് ചാനലുണ്ട്. 2 യൂട്യൂബ് ചാനൽസും നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഈ എഡിറ്റോറിയൽ സീരീസിലെല്ലാം ഓരോ എഡിറ്റോറിയൽസും എങ്ങനെ UPSCക്ക് വേണ്ടി പഠിക്കണം, അതിൽ പ്രിലിംസിന് എന്തൊക്കെ പഠിക്കാം, മെയിൻസിന് എന്തൊക്കെ ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ മെയിൻസിൻ്റെ ഒരു ക്വസ്റ്റ്യനും ചെയ്യുന്നുണ്ട്. പ്രിലിംസിന് വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ MCQ ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ഇതിനകത്ത് ചെയ്താണ് നമ്മൾ ഇന്നത്തെ സെഷൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. സോ ഇന്നത്തെ മെയിനായിട്ടുള്ള നമുക്ക് ടോപ്പിക്സുകൾ നമുക്ക് നോക്കി പോവാം. സോ ഇന്നത്തെ മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് കൂടുതലും ദ മാവോയിസ്റ്റ് സറണ്ടർ. ഇന്ത്യ ഒരു മാവോയിസ്റ്റ് ഫ്രീ കൺട്രി അല്ലെങ്കിൽ ഒരു മാവോയിസ്റ്റ് ഫ്രീ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ഇല്ലാത്തൊരു ഒരു സ്റ്റേറ്റാണ്, കൺട്രിയായി മാറുന്നു. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ വാട്ട് ഈസ് മാവോയിസ്റ്റ് സറണ്ടർ, അർബൻ നക്സൽ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഗ്രീൻ ഓപ്പറേഷൻ ഗ്രീൻ, കുറേ കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. ആൻഡ് വാട്ട് ഈസ് ഓയിൽ ടു EV ടു പെട്രോ ഡോളർ. ഇന്ന് ഓയിൽ ക്രൈസിസ് വരുമ്പോൾ EVയിലേക്ക് എങ്ങനെ മാറും, ഓയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഓയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് പെട്രോ ഡോളർ. ആൻഡ് ഓയിൽ പ്രൈസിൻ്റെ അഗേൻസ്റ്റ് EV വന്നു കഴിഞ്ഞാൽ ഡോളറിൻ്റെ പ്രൈസ് താഴും. ഇതൊരു എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് കണ്ടംപ്റ്റ് ഓഫ് പോളിറ്റിക്ക് വേണ്ടിയുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആംഗിൾസ് ഉണ്ട്. ഹൈക്കോടതിയുടെയും NCERT ബാൻ ചെയ്ത സാഹചര്യത്തിൽ കോടതി ക്രിമിനൽ കോണ്ടംപ്റ്റ് എടുക്കുന്നത് ഏത് ആംഗിളിൽ ശരിയാണെന്നുള്ള കാര്യങ്ങളും ഇതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ആൻഡ് ദെൻ വീൽ ഹാവ് ഒരു ഗൾഫ് റീജിയനിലുള്ള രാജ്യങ്ങളെല്ലാം അമേരിക്കൻ പവർ, അമേരിക്ക ഇനി അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല എന്ന് അവർക്ക് ഇപ്പോഴത്തെ വാർ വന്നപ്പോൾ മനസ്സിലായപ്പോൾ ഇറ്റ്സ് ഗുഡ് ടു ഫൊർഗെറ്റ് അബൌട്ട് ദ ഡിഫറൻസസ് ആൻഡ് കം ടുഗെദർ ടു ഫോം എ ന്യൂ അസോസിയേഷൻ പ്രോബബ്ലി. അപ്പോൾ ഓൾറെഡി അറബ് ലീഗും GCC ഒക്കെ ഉള്ള പോലെ തന്നെ ഒരു പുതിയൊരു അസോസിയേഷൻ പാകിസ്ഥാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഇംപ്ലിക്കേഷൻ എന്താണെന്നുള്ളതും നമുക്ക് ഇതിനകത്തുനിന്ന് മെയിനായിട്ട് മനസ്സിലാക്കി വെക്കാം. പിന്നെ പ്രധാനമായിട്ടും ഒരു എഡ്യൂക്കേഷൻ സർവേയുടെ കുറച്ച് സ്റ്റാറ്റ്സ് ഉണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എത്രയാണ്, എത്രത്തോളം ആർട്സ് ആണോ സയൻസ് ആണോ കൂടുതലും ഇന്ത്യയിലെ സ്റ്റുഡൻസ് പഠിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എഡിറ്റോറിയൽസ് ആണ് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ ഐ തിങ്ക് വിൽ ജസ്റ്റ് ഗെറ്റ് ടു ദ ടോപ്പിക് ഫസ്റ്റ്. നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ മാവോയിസ്റ്റ് ഏരിയ ആണ്. സോ മാവോയിസം എന്ന് പറയുമ്പോൾ തന്നെ ഒരു തോട്ട് പ്രോസസ്സാണ്. എന്താണ് മാവോയിസം എന്ന് പറയുമ്പോൾ, മാവോയിസ്റ്റ് ഐഡിയോളജി എന്താണ്, മാവോവാദം എന്ന് പറയുന്ന പോലെ. അപ്പോൾ എന്താണ് നക്സലിസ്റ്റ് ഐഡിയോളജി? ഇതിൽ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം, LWE എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സോ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ഇതൊരു തരത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളൊരു ബേസിക് ഫ്രഷർ ആണെങ്കിൽ പോലും നമുക്കറിയാം നമ്മുടെ മനസ്സിൽ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ പോലത്തെ കുറേ സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. മാവോയിസ്റ്റ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള നമ്മൾ റെഡ് കോറിഡോർ എന്ന് വിളിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ പതുക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ മാവോയിസം ഇപ്പോൾ ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് എന്ന് പറയുന്ന ഓപ്പറേഷനെ കുറിച്ച് പറയുന്നുണ്ട് 2010 സമയത്ത്. എന്തായാലും നമുക്കൊരു കാര്യം അറിയാം, മാവോയിസ്റ്റുകളും ഗവൺമെൻറ്റും തമ്മിൽ കുറേ വർഷങ്ങളായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആസ്പെക്റ്റുകൾ വെച്ചിട്ട് വേണം നമുക്ക് ഈ എഡിറ്റോറിയൽ മനസ്സിലാക്കാൻ. സോ നമുക്ക് ഈ ഫിൽറ്റർ ഒന്ന് അപ്ലൈ ചെയ്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. സോ അങ്ങനെ വരുന്ന സമയത്ത് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മാവോയിസ്റ്റുകളും ഗവൺമെൻറ്റും തമ്മിലായിരുന്നു ഇത്രയും വർഷം തമ്മിൽ ഫൈറ്റ് നടന്നിരുന്നത്. സോ ഒബ്വിയസ്ലി മാവോയിസ്റ്റുകളും ഒരു സൈഡിലും ബാക്കി സൈഡിൽ നമുക്കിവിടെ ഗവൺമെൻറ്റും തമ്മിലുള്ള ഇഷ്യൂസ് ഇവിടെ ഓൾറെഡി നടക്കുന്നുണ്ടെന്നുള്ളത് ഇറ്റ്സ് വെരി ക്ലിയർ. അപ്പോൾ ഈ മാവോയിസ്റ്റ് വേഴ്സസ് ഗവൺമെൻറ് ആംഗിളിൽ കുറേ മാവോയിസ്റ്റുകൾ, ഇതിൽ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ ശതമാനം ഓഫ് മാവോയിസ്റ്റുകളെല്ലാം പതുക്കെ ഗവൺമെൻറ്റിലേക്ക് സറണ്ടർ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റി, നമ്മൾ താമസിക്കുന്ന എല്ലാവരും എക്സിസ്റ്റ് ചെയ്യുന്ന സൊസൈറ്റിയുടെ ഭാഗമാകാൻ ഇവർ മാവോയിസ്റ്റുകളിൽ കുറേ മാവോയിസ്റ്റുകൾ തയ്യാറായി എന്ന് പറയുന്നു. കുറേ ആൾക്കാർ ഇപ്പോഴും തയ്യാറാവാതിരിപ്പുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട 2 ഐഡിയോളജി ഉണ്ട്, ഒരു ഡ്യുവൽ സ്ട്രാറ്റജി ഉണ്ട്. പണ്ട് 2009 മുന്നേ ഗവൺമെൻറ്റിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വളരെ കോഷ്യസ് ആയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് ജാഗ്രത പാലിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ് വന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മാവോയിസ്റ്റ് സ്ട്രാറ്റജി എടുക്കുന്ന 2 പ്രധാനപ്പെട്ട സ്ട്രാറ്റജിയാണ്. സറണ്ടർ ചെയ്യുന്നവരോട് റിഫോർമേഷൻ എന്ന രീതിയിലും സറണ്ടർ ചെയ്യാതെ ഗവൺമെൻറ്റിനെതിരെ യുദ്ധം ചെയ്യുന്നതോട് വളരെ അഗ്രസീവ് സ്ട്രാറ്റജിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ എഡിറ്റോറിയലിൻ്റെ മൊത്തത്തിലുള്ള ഒരു സമ്മറി എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഹോം മിനിസ്റ്റർ അമിത്ഷാ ആണ് പറഞ്ഞിരിക്കുന്നത് ലെഫ്റ്റ് വിങ് ഇന്ത്യ ഇസ് നൗ ഫ്രീ ഫ്രം ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം അല്ലെങ്കിൽ LWE നിന്നും നമ്മൾ ഫ്രീ ആയി എന്ന് പറയുന്നുണ്ട്. ഒരുപാട് മാവോയിസ്റ്റുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ഒരുപാട് പേര് സറണ്ടർ ചെയ്തു, ഒരുപാട് ആൾക്കാരെ എൻകൗണ്ടറിൽ കൊന്നുകളഞ്ഞു. സോ ഒരു ആൻറ്റി നക്സൽ സ്ട്രാറ്റജി കഴിഞ്ഞ 3 വർഷമായിട്ട് വളരെ അഗ്രസീവായിട്ടാണ് ഇന്ത്യയുടെ നാഷണൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഇവിടെ സറണ്ടർ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഒരുപാട് പേര് ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായി മാറി, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകൾ ഇനി അവർ സ്വീകരിച്ചു തുടങ്ങിയെന്ന് പറയുന്നതാണ്. വളരെ കുറച്ച് പേരേ ഉള്ളൂ ഇനി അത് സ്വീകരിക്കാൻ ബാക്കിയുള്ളവർ. അവരെ വളരെ സിവിയർ ആയിട്ട് തന്നെ നേരിടുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പണ്ട് മാവോയിസ്റ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2010 സമയത്ത് നോക്കുമ്പോൾ ഇന്ത്യയിൽ 180ഓളം ഡിസ്ട്രിക്റ്റിൽ ട്രൈബൽ ഫോറസ്റ്റ് മിനറൽ റിസോഴ്സസ് എല്ലാം മാവോയിസ്റ്റ് ഇൻഫെക്റ്റഡ് ആയിരുന്നു. സോ അതുകൊണ്ട് ദേ ഹാവ് എ വെരി കോഷ്യസ് അപ്രോച്ച് ആയിരുന്നു അന്ന്. നൗ വി ഹാവ് ഷിഫ്റ്റഡ് അവർ സ്റ്റാൻഡ്സ് ടു മോർ ഓഫ് എൻ അഗ്രസീവ് അപ്രോച്ച്. സോ ദിസ് ഷോസ് ആർ സ്ട്രാറ്റജി. ഇത് നമ്മൾക്ക് മെയിൻസിന് വേണ്ടിയൊക്കെ ഈ ഒരു തോട്ട് പ്രോസസ് അറിഞ്ഞു വെക്കുന്നതാണ്. ഗവൺമെൻറ് ഒരു ഡ്യുവൽ സ്ട്രാറ്റജി എടുത്തു. അതിൽ പ്രധാനപ്പെട്ട സോഫ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സറണ്ടർ ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചോളം ആധാർ കാർഡ്, റേഷൻ കാർഡ്, സ്കൂള്, ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് എല്ലാം കൊടുക്കുക. ഹാർഡായിട്ട് ഇതുവരെ സറണ്ടർ ചെയ്യാത്തവർക്ക് ഒരു മേഴ്സിയും ഇല്ല. അവരോട് യുദ്ധം തന്നെ, അല്ലെങ്കിൽ ഹെവി ആക്ഷൻ, മിലിറ്ററി ആക്ഷൻ, കമാൻഡോ ആക്ഷൻ തന്നെയാണ് അവരോട് ഫോളോ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇത് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റുകളുണ്ട്. ആ സമയത്തുള്ള ഇവിടെയുള്ള കുറേ അക്കാഡമിക്സും ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റുകളെയാണ് നമ്മൾ പത്രത്തിലൊക്കെ പലപ്പോഴും കാണുന്നൊരു വാക്ക് കണ്ടിട്ടുണ്ടാവും. ദേ ആർ കോൾഡ് ആസ് അർബൻ നെക്സൽസ്. കാരണം ഇവർ എക്സസീവ്ലി പോലീസ് പവർ ഉപയോഗിക്കുന്നു, സിവിൽ ലിബർട്ടി തടയുന്നു, ജുഡീഷ്യൽ പ്രോസസ്സ് ഒന്നും പ്രോപ്പറായിട്ട് നടത്തുന്നില്ല എന്ന് പറയുന്ന വാദിക്കുന്ന കുറച്ച് ആക്ടിവിസ്റ്റുകളും ഇവരെയാണ് നമ്മൾ അർബൻ നെക്സൽസ് എന്ന് വിളിക്കുന്നത്. ഇവർ ഡയറക്ട്ലി മാവോയിസ്റ്റുകളല്ല, പക്ഷേ മാവോയിസ്റ്റ് സെൻറ്റിമെൻറ്റ്സ്, മാവോയിസ്റ്റ് സിമ്പത്തൈസേഴ്സ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ആക്ടിവിസ്റ്റുകൾ, റൈറ്റേഴ്സ്, സ്റ്റുഡൻസ്, ഒരുപാട് പേരുണ്ട് മാവോയിസ്റ്റ് ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്യുന്ന അർബൻ നെറേറ്റീവ്സ് ഉള്ള അങ്ങനെ കുറച്ച് ആൾക്കാരെ നമ്മൾ അർബൻ നക്സൽസ് എന്ന് വിളിക്കും. മാവോയിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, അല്ലെങ്കിൽ മാവോയിസ്റ്റ് സിമ്പത്തൈസേഴ്സ് ഒരുപാട് പേരുണ്ട് എന്നുള്ളൊരു കാര്യം ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. സോ ഇവിടെ അവർ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് മാവോയിസ്റ്റുകളെ ബാക്കിയുള്ള ആൾക്കാർക്കും ഒരുപാട് ട്രൈബൽ ഏരിയാസിലും ഫോറസ്റ്റ് റൈറ്റ്സും ഇൻഫ്രാസ്ട്രക്ചറും കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമല്ല, ഇതെല്ലാം ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. തിരിച്ചവരെ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാക്കി, അവർ ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കി എടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. സോ ഇനി വേറെ വലിയൊരു പ്രശ്നം മാവോയിസ്റ്റ് ഏരിയയിൽ ഏറ്റവും കൂടുതൽ മൈൻസ് ആൻഡ് മിനറൽസ് ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ മൈൻസ് ആൻഡ് മിനറൽസിന് വേണ്ടിയും ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുന്നു, അല്ലെങ്കിൽ റിഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഇതൊന്നും ട്രൈബൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ പോയി കഴിഞ്ഞാൽ തന്നെ പകുതി മാവോയിസം ഇല്ലാതാവും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എല്ലാവരെയും പൊളിറ്റിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമാക്കുക, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഭാഗമാക്കുക, ഇതെല്ലാമാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. സോ ഇതാണ്. പിന്നെ ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് എന്നുള്ളത് മാവോയിസമായിട്ട് പ്രധാനപ്പെട്ട 2009 മാവോയിസ്റ്റുകളും നക്സലേറ്റ്സിനെതിരെ ഉണ്ടായിരുന്ന റെഡ് കോറിഡോറിൽ തുടങ്ങിയ ഒരു വലിയ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് എന്ന് പറയുന്നത്. അന്നത്തെ ഇവിടെ മാവോയിസ്റ്റ് ഏരിയകൾ നമുക്ക് എപ്പോഴും മനസ്സിലാവും. CAPF, അതായത് CAPFൻ്റെ ഫോഴ്സസ് ആയ CRPF ഒക്കെ എപ്പോഴും ഡിപ്ലോയിഡ് ആണ് ഈ ഒരു സ്ഥലത്ത്. ആൻഡ് അവിടെ നോക്കുമ്പോൾ 2009 ലോഞ്ച് ചെയ്തു. 5 സ്റ്റേറ്റ് സംസ്ഥാനങ്ങളിലുണ്ടായിരുന്നു. സോ CRPFൻ്റെ കോബ്ര ബറ്റാലിയൻസ് ആണ് കൂടുതലും, സ്റ്റേറ്റ് പോലീസും എല്ലാവരും കൂടെ ചേർത്താണ്. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് ഇൻസർജൻസി, ഇവരാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം അന്ന് ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഇതിൽ കുറേ ആൾക്കാർ ഇപ്പോൾ അത് മാറി ലയിച്ചു വേറെ ലെവലിലേക്കൊക്കെ മാറി. അപ്പോൾ ഒത്തിരി അബ്യൂസുകൾ നടന്നു, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനൊക്കെ നടന്ന ഒരു സംഭവം കൂടെയാണ് ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിലിംസ് ബോക്സിനകത്ത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം എന്താണെന്നും നക്സലിസവും മാവോയിസും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. ഗ്രീൻ ഹണ്ട് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് PYQ ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഷെഡ്യൂൾഡ് ഏരിയാസ്, ട്രൈബൽ ഗവർണൻസ്, 5th and 6th ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, യു ഷുഡ് ഹാവ് എ വെരി ക്ലിയർ കട്ട് ഐഡിയ. ഫോറസ്റ്റ് ആക്ട്സ് 2006 എന്താണ്, അർബൻ നക്സൽസ് നമ്മൾ പഠിച്ചു. പിന്നെ റോൾ ഓഫ് CRPF ഇൻ ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് ഏരിയാസിൽ എന്താണ്, മിനറൽ ട്രൈബൽ ബെൽറ്റുകൾ, റെഡ് കോറിഡോർ എന്താണെന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കാൻ നമുക്ക് പറ്റണം. ഇത് ഫ്യൂച്ചർ സ്റ്റഡീസിൽ നമ്മളിത് കൊണ്ടുവരണം. മെയിൻസിൻ്റെ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫോഴ്സ് ഉപയോഗിച്ച് ഇൻസർജൻസി എലിമിനേറ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ മൈനിങ്ങും ഇൻഡിജിനസ് റൈറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, റിഹാബിലിറ്റേഷൻ, ട്രസ്റ്റ് ബിൽഡിംഗ്,
മാവോയിസ്റ്റുകൾ എന്തുകൊണ്ട് പാർലമെന്ററി ഡെമോക്രസി റിജക്ട് ചെയ്യുന്നു, തിരിച്ച് മാവോയിസ്റ്റുകളെ എങ്ങനെ കൊണ്ടുവരാം, ഇതെല്ലാം മെയിൻസ് ഇന്റർവ്യൂ പെർസ്പെക്റ്റീവിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മുടെ ചിന്ത പോകേണ്ട കാര്യങ്ങളാണ്. സോ ഐ ഹോപ്പ് യു വിൽ ഗെറ്റ് ദിസ് ഐഡിയ. ഇനി മെയിൻസിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, ദ ഡിക്ലൈൻ ഓഫ് ദ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് ഇൻ ഇന്ത്യ റെപ്രസെന്റ് സക്സസസ് ഓഫ് സെക്യൂരിറ്റി ഓപ്പറേഷൻസ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബട്ട് നോട്ട് നെസസറിലി ഗവേണൻസ്. ഇത് ക്രിട്ടിക്കലി എക്സാമിനാണ്. സെക്യൂരിറ്റി ഓപ്പറേഷൻസിന്റെ മാത്രം വിജയമാണോ അതോ ഗവർണൻസിന്റെയും കൂടെ വിജയമാണോ എന്ന് ക്രിട്ടിക്കലിയാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ അത് നമുക്ക് ക്രിട്ടിക്കലി തന്നെ അനലൈസ് ചെയ്ത് പറയാം. രണ്ടിൻ്റെയും ഗവേണൻസും ഒരു തരത്തിൽ നന്നായി വിജയിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഇല്ലെന്ന് പറയാനൊരു കാര്യമില്ല. നമുക്കിനി ഒരു പ്രിലിംസിന്റെ ഒരു MCQ ക്വസ്റ്റ്യൻ ഇവിടെ സോൾവ് ചെയ്ത് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം. The Naxalbari peasant uprising of 1967 regarded as the original of Naxalite movement occurred in present day Bihar. അപ്പോൾ ബാരി നക്സൽ എന്ന് പറഞ്ഞ നക്സലൈറ്റ് മൂവ്മെന്റിന്റെ തുടക്കം, ഇവിടെ ചരിത്രം പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നക്സലിസം പഠിക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പെസന്റ് അപ്രൈസിംഗ് ഉണ്ട്. ഇത് കറക്റ്റാണ്, പക്ഷേ ബീഹാർ എന്ന് പറയുന്ന സ്ഥലം തെറ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 തെറ്റാണ്, ബീഹാർ അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് was formed in 2004 through the merger of People's War Group PWG and the Maoist Communist Center of India. ഇത് ശരിയാണോ? അപ്പോൾ ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? അതോ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ദ സമാധാൻ സ്ട്രാറ്റജി ഓഫ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് റെപ്രസെന്റ്സ് എ കോംപ്രിഹെൻസീവ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സമാധാൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ മനസ്സിലാവും. സോ 2 and 3 മാത്രമേ ഉള്ളൂ ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. നമുക്ക് ഇത് ശരിക്കും ഇങ്ങനെ ഒരു മേർജിങ് നടന്നിരുന്നു. ആൻഡ് സമാധാൻ എന്ന് പറയുന്നതിന് സമാധാൻ എന്നൊരു എക്സ്പാൻഷനും കൂടെ ഉണ്ട്. അപ്പോൾ എന്താണ് ആ സമാധാൻ എന്ന് പറയുന്നതും കൂടെ നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ എല്ലാ UPSC ആസ്പിരൻസിൻ്റെയും പ്രശ്നം നക്സൽബാരി എന്ന് കേട്ടാൽ ശരിയാണെന്ന് വിചാരിക്കും. ഇത് ശരിക്കും ബീഹാർ ജാർഖണ്ഡിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തു. പക്ഷേ നക്സൽബാരി വില്ലേജ് ഡാർജിലിംഗ് ഡിസ്ട്രിക്ട് വെസ്റ്റ് ബംഗാളിലാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. എല്ലാ ആസ്പിരൻസിനും ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ സമാധാൻ, സ്മാർട്ട് ലീഡർഷിപ്പ്, അഗ്രസീവ് സ്ട്രാറ്റജി, മോട്ടിവേഷൻ ട്രെയിനിങ്, ആക്ഷനബിൾ ഇൻ്റലിജൻസ്, ഡാഷ്ബോർഡ് ബേസ്ഡ് KPIs, harnessing technology, action for each states, no access to financing. അപ്പോൾ ഇങ്ങനത്തെ സമാധാൻ എന്ന് പറയുന്ന ഒരു സംഭവം മാവോയിസമായിട്ട് ബന്ധപ്പെട്ട ഒരു പോർട്ടൽ, ഒരു ആക്രോണിമാണ്. ഇതൊരു കൗണ്ടർ അപ്രോച്ച് ആയിട്ടാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മളിവിടെ വായിച്ചിട്ടില്ല, പക്ഷേ 2 ഇൻഫർമേഷൻ ഞാനിവിടെ തന്നിരിക്കുകയാണ്. ഈ PWG ഗ്രൂപ്പ് മേർജ് ചെയ്താണ് CPIM മാവോയിസ്റ്റ് എന്ന സംഭവമായത്, മാർക്സിസ്റ്റ് അല്ല, മാവോയിസം. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു എഡിറ്റോറിയലാണ്, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു എഡിറ്റോറിയൽ തന്നെയാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഒരു ഓയിൽ റിലേറ്റഡ് സംഭവമാണ്. സോ ഓർഡർലി എക്സിറ്റ്, ഓയിൽ EV തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കൊന്ന് ഫിൽട്ടർ ചെയ്ത് നോക്കാം. ഫിൽട്ടർ ചെയ്ത് നോക്കുമ്പോൾ ലെറ്റ്സ് ഗെറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ മാത്രം ഇവിടെ എടുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഇപ്പോൾ പ്രധാനമായിട്ടും ഓയിലിൻ്റെ ക്രൈസിസ് വന്നു. ഇറാനിൽ നിന്ന് ഹോർമൂസിൽ നിന്ന് ഓയിൽ കിട്ടാതായപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ ഒരുപാട് EVയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ്. ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് പെട്രോളോ ഡീസലോ ഒന്നും, നാച്ചുറൽ ഗ്യാസ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് EVയിലേക്ക് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യേണ്ടതാണ്. ഇതിനെ തന്നെയാണ് ഓയിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. സോ ഓയിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഓയിൽ ക്രൈസിസ് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം EVയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ അതിനെയാണ് ഇത് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ അനാലിസിസും ഡേറ്റയാണ് നമ്മളിവിടെ ഈ എഡിറ്റോറിയൽ കൂടുതലും ചർച്ച ചെയ്യുന്നത്. സോ ലോകം ഒരുപാട് യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ളത് ഒബ്വിയസ് അല്ലേ. യോം കിപ്പർ വാർ, ഇറാനിയൻ റവല്യൂഷൻ, കുവൈറ്റ് ഇറാഖ് വാർ, റഷ്യ യുക്രൈൻ വാർ, ഇതിനകത്തെല്ലാം നമ്മൾ എനർജി എന്ന് പറയുന്ന ക്രൈസിസ് ലോകം നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓയിലും ഗ്യാസും സൈമിൾട്ടേനിയസ്ലി ഇല്ലാതെ പോയതുകൊണ്ട് വലിയൊരു പ്രശ്നമായി. അപ്പോൾ പണ്ടൊന്നും EV എന്നൊരു കോൺസെപ്റ്റ് ഇല്ല, പക്ഷെ ഇന്ന് ഇലക്ട്രിക് എന്ന് പറയുന്ന സംഭവങ്ങൾ, ദ പമ്പ്സ് ക്ലോസ്ഡ്, വർഷങ്ങളോളം ഇതേപോലത്തെ സംഭവങ്ങളെല്ലാം ക്ലോസ്ഡ് ആയിട്ടുണ്ട്. എനർജി ക്രൈസിസ് ലോകത്ത് എന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ നമുക്ക് മനസ്സിലാവും. 2023 EV വന്നതിന് ശേഷം ഓയിലിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു, ഏകദേശം 0.9 മില്യൺ ബാരൽസ് പെർ ഡേ. അപ്പോൾ അത് വലിയൊരു കാര്യമല്ല. 1 മില്യൺ ബാരൽ പെർ ഡേ കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ഇല്ല, അപ്പോൾ അത്രയും കുറയുന്നുണ്ട്. 2024 ആയപ്പോൾ 1.3 മില്യൺ ബാരൽ പെർ ഡേ ആയിട്ട് ഓയിൽ EV വന്നപ്പോൾ അത്രയും ഡിമാൻഡ് കുറയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മെയിൻസിന് എഴുതാൻ പറ്റുന്ന പോയിന്റുകളാണ്. അപ്പോൾ ഓയിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, oil is not needed because EV has come forward and we can substitute and have an alternate for that. So ഇത്തരം സ്റ്റാറ്റിസ്റ്റിക്കുകളൊക്കെ മെയിൻസിന് നന്നായി എഴുതാൻ പറ്റുന്ന ഒരു ആസ്പിരൻ്റ് എന്ന രീതിയിൽ അറിഞ്ഞിരിക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പെട്രോ ഡോളർ സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അതായത് 1970 ശേഷം ഓയിൽ ഡോളറിൽ പ്രൈസ് ചെയ്ത് തുടങ്ങി. ഓയിൽ വാസ് പ്രൈസ്ഡ് ഇൻ ഡോളേഴ്സ് ആൻഡ് യു നീഡ് ടു സ്പെൻഡ് യുവർ ഡോളേഴ്സ് ടു ബൈ ഓയിൽ.
രാജ്യങ്ങൾ ഡോളർ വാങ്ങിക്കേണ്ടി വന്നു. ഇപ്പോൾ സൗദി അറേബ്യ പോലത്തെ എക്സ്പോർട്ടേഴ്സ് കാര്യങ്ങളെല്ലാം ഡോളറിൽ ഇത് റീഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഡോളറിൻ്റെ ഡിമാൻഡ് കൂടി. എല്ലാ രാജ്യങ്ങളും ഓയിൽ വാങ്ങിക്കുന്ന എല്ലാവരും ഡോളറിൽ കൊണ്ടുവച്ചപ്പോൾ ദാറ്റ് വാസ് പെട്രോ ഡോളർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നു, എല്ലാം ഡോളറിൽ വാങ്ങിക്കുന്നു. സോ ഒബ്വിയസ്ലി ദ ഡിമാൻഡ് ഓഫ് ദ ഡോളർ വെൻറ്റ് ഹൈ ആൻഡ് ട്രസ്റ്റ് ഇൻ ദ, പ്രധാനമായിട്ടും ഡോളറിൻ്റെ ട്രസ്റ്റും അവിടെ കൂടി. അപ്പോൾ ആൾക്കാർ ഇത് ഡോളർ ഇല്ലെങ്കിൽ ഓയിൽ ഇല്ല എന്നൊരു അവസ്ഥ വന്നു തുടങ്ങി. അപ്പോൾ പതുക്കെ നമുക്കൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ എനർജി ഡൈവേഴ്സിഫിക്കേഷൻ വരികയാണ്. അതായത് ഓയിൽ ഇല്ല, ഓയിൽ ഡിപ്പെൻഡൻസി നമ്മൾ നിർത്തുകയാണെന്ന് വിചാരിക്കുക രാജ്യങ്ങൾ. നമ്മൾ വേറെ കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ്, സോളാർ, വിൻഡ് എനർജി, റിന്യൂവബിൾ എനർജി, ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഓയിൽ നമ്മൾ വാങ്ങുന്നില്ല. പണ്ട് 100 ടൺ ഓയിൽ നമ്മൾ വാങ്ങിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ ഇനി 5 ടൺ ഓയിലേ വാങ്ങിക്കുന്നുള്ളൂ അല്ലെങ്കിൽ 5 ബാരലേ വാങ്ങിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ ഒബ്വിയസ്ലി ഓയിലിൻ്റെ ഡിമാൻഡ് 100 നിന്നും 5 താഴുന്നു. അപ്പോൾ 5 ടൺ അല്ലെങ്കിൽ 5 ബാരൽ വാങ്ങിക്കാനുള്ള ഡോളർ മാത്രം പോരെ എന്ന് പറയുന്നൊരു ചോദ്യം അവിടെ വരുമ്പോൾ ഡോളറിൻ്റെ ഡിമാൻഡ് കുറയും. സോ ലെസ് നീഡ് ടു ഡിമാൻഡ് ഡോളേഴ്സ് ഫോർ ഓയിൽ ഇമ്പോർട്ട്. സോ ഇന്ത്യ ഇമ്പോർട്ടിങ് ലെസ് ഓയിൽ ഇൻ ഫ്യൂച്ചർ, നമുക്ക് ഡോളർ ആവശ്യമില്ല. അപ്പോൾ ഒരു തരത്തിൽ എനർജി ഡൈവേഴ്സിഫിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്രോ ഡോളർ എല്ലാം ഡോളറിൽ ഡിപ്പെൻഡൻ്റ് ആയിരുന്ന ഡിപ്പെൻഡൻസി ലോങ് ടൈമിൽ താഴും, ഡോളർ വേണ്ടാത്തൊരവസ്ഥയിലേക്ക് വരും എന്നുള്ള ഒരു എക്കണോമിക് തോട്ട് പ്രോസസ്സ് നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയിൽ കിട്ടണം. സോ ന്യൂ എനർജി സിസ്റ്റം, ന്യൂ ഡിപ്പെൻഡൻസീസ് ഓഫ് ഇൻസ്റ്റെഡ് ഓഫ് ഓയിൽ. അപ്പോൾ ഫ്യൂച്ചർ വിൽ ഡിപ്പെൻഡ് ഓൺ ക്രിട്ടിക്കൽ മിനറൽസ്. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ മിനറൽസിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അമേരിക്കയിൽ ഡിപ്പെൻഡൻ്റ് ആവില്ല, പക്ഷേ കുറേ കഴിയുമ്പോൾ ചൈനയിലേക്ക് ഡിപ്പെൻഡൻ്റ് ആവും. ബിക്കോസ് ചൈനയാണ് പ്രോസസ്സിങ്ങും മാനുഫാക്ചറിങ്ങും ലീഡ് ചെയ്യുന്നത്. ഈ ആർട്ടിക്കിളിൽ തന്നെ എഡിറ്റോറിയൽ തന്നെ പറയുന്ന കാര്യങ്ങളുണ്ട്. ലിഥിയം കൂടുതലും ചിലിയിലും അർജന്റീനയിലും ഓസ്ട്രേലിയയിലും കിട്ടും. അപ്പോൾ അതൊരു ചോദ്യം ചോദിക്കും, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ 2 വർഷം മുന്നത്തെ സിവിൽ സർവീസിൻ്റെ പ്രിലിംസിൻ്റെ PYQ ഇവിടെ നിന്ന് തന്നെയാണ് വന്നത്. നോക്കിക്കോ. ഇപ്പോൾ ലിഥിയം, ചിലി, അർജന്റീന, ഓസ്ട്രേലിയ. ശരി, കൊബാൾട്ട് ഉണ്ടാവുന്നത് കോങ്കോയിൽ നിന്നാണ്. 70% കൊബാൾട്ട് കോങ്കോ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യത്തു നിന്നാണ് വരുന്നത്. നിക്കൽ ഇന്തോനേഷ്യ എന്നാണ് പ്രൈമറിലി ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. കോപ്പർ എന്ന് പറയുമ്പോൾ ചിലിയും പെറുവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ചൈനയാണ് പ്രോസസ്സിംഗ് മാനുഫാക്ചർ ലീഡ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ ഓർത്ത് വയ്ക്കുക. ഇനി ഞാനൊരു PYQ കാണിച്ചു തരാം. 2022-23 ചോദിച്ചതാണ്. About 3/4 of world's cobalt, 70% metal required for the manufacturing of battery is produced by അർജന്റീന, ബോട്സ്വാന, കോങ്കോ, കസാക്കിസ്ഥാൻ. നമുക്ക് ഒബ്വിയസ്ലി നമ്മളിപ്പോൾ വായിച്ചതേ ഉള്ളൂ, സി എന്ന് പറയുന്ന കോങ്കോ ആണ് ഇതിൻ്റെ ശരി ഉത്തരം. അപ്പോൾ ഒരു എഡിറ്റോറിയൽ വായിച്ചാൽ നമുക്കൊരു PYQ സോൾവ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ എഡിറ്റോറിയലിൻ്റെ ഇമ്പോർട്ടൻസ് ചെറുതല്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം നമ്മളിനി കൂടുതലും ഡൊമസ്റ്റിക് കപ്പാസിറ്റിയിലും EVയിലും ബാറ്ററിയിലും മൈൻസ് ആൻഡ് മിനറൽസിലൊക്കെ നമ്മളിനി സ്പെൻഡ് ചെയ്യണം. ഡോളറിൻ്റെ വാല്യൂ ഇവൻച്വലി കുറയ്ക്കണം, ഓയിലിൻ്റെ ഇമ്പോർട്ട് കുറയ്ക്കാൻ പറ്റണം. അതാണ് ഇതിൻ്റെ മെയിൻ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിതിനകത്ത് പ്രധാനപ്പെട്ട പ്രിലിംസ് ബോക്സ് നോക്കുമ്പോൾ എന്താണ് പെട്രോ ഡോളർ സിസ്റ്റം, ക്രിട്ടിക്കൽ മിനറൽസ്, ലിഥിയം, കൊബാൾട്ട്, നിക്കൽ, ഇന്തോനേഷ്യ എന്ന് ഓർക്കണം. IAEAയുടെ നമ്മൾ ഓൾറെഡി ഇന്നത്തെ എൻ്റെ നമ്മുടെ ടോപ്പിക് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന NPT എന്നൊരു വീഡിയോ ഉണ്ട്, ഉറപ്പായിട്ടും നിങ്ങൾ കാണണം. പിന്നെ EV വെഹിക്കിൾസും അതിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, മിനറൽ കോൺസെൻട്രേഷൻ്റെ ജോഗ്രഫി, ചിലിയിൽ എന്തൊക്കെയുണ്ട്, കോങ്കോയിൽ എന്തൊക്കെയുണ്ട്, ഇന്തോനേഷ്യയിൽ എന്തൊക്കെയുണ്ട്, ഓരോ രാജ്യങ്ങളിലും അതൊരു ജോഗ്രഫിയുടെ വേൾഡ് ജോഗ്രഫിയൊക്കെ പോലെ തന്നെ മിനറൽ ജോഗ്രഫി ആയിട്ട് കണ്ടാൽ മതി അതിൻ്റെ ജോഗ്രഫി എവിടെയാണെന്നുള്ളത്. ഇപ്പോൾ ക്യാൻ കൺട്രീസ് ട്രാൻസിഷൻ വിതൗട്ട് റിസ്കിങ്, ഓയിൽ പൊളിറ്റിക്സ്, മിനറൽ പൊളിറ്റിക്സ്, മാനുഫാക്ചറിങ് ഡോമിനൻസ് ഒരു രാജ്യത്തിൻ്റെ, സപ്ലൈ ചെയിൻ കൺട്രോൾ, എനർജിയിൽ ആത്മനിർഭർ ഭാരത്. നല്ലൊരു മെയിൻസ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ എനർജിയിൽ ആത്മനിർഭർ ആണോ, സെൽഫ് സഫിഷ്യൻറ്റ്, റിലയൻറ്റ് ആണോ എന്നുള്ളത് മെയിൻസിൻ്റെ ലെവലിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു മെയിൻസ് ചോദ്യങ്ങളോടെ ഞാൻ തരാം. ദ ഗ്ലോബൽ ട്രാൻസിഷൻ ഫ്രം ഫോസിൽ ഫ്യൂവൽസ് ടു ക്ലീൻ എനർജി മേ റെഡ്യൂസ് ഓയിൽ ഡിപ്പെൻഡൻസി ബട്ട് റിസ്ക് ക്രിയേറ്റിംഗ് ന്യൂ വൺ. എക്സാമിൻ ദിസ് കോണ്ടെക്സ്റ്റ് ഇൻ ഇന്ത്യസ് എനർജി സെക്യൂരിറ്റി. ഇറ്റ്സ് എ വെരി വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നിങ്ങൾ നന്നായിട്ട് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ പുതിയ സംഭവങ്ങൾ മാറി പുതിയതിലേക്ക് വരുമ്പോഴും അതിലും റിസ്കുകളുണ്ട്. അപ്പോൾ എനർജി സെക്യൂരിറ്റിയുടെ സംഭവത്തിൽ നിന്ന് വേണം നമ്മളിത് അനലൈസ് ചെയ്യാൻ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഉത്തരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എനർജി ട്രാൻസിഷൻ, ദ ഡിക്ലൈൻ ഓഫ് ദ ഇത് നല്ല ടഫായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നല്ല ചിന്തിച്ചാൽ ഉത്തരം കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദ ഡിക്ലൈൻ ഓഫ് പെട്രോ ഡോളർ സിസ്റ്റം ഇസ് ലിങ്ക് ടു ദ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ആൻഡ് ട്രേഡ് മെക്കാനിസം. പെട്രോ ഡോളർ സിസ്റ്റം ഡൈവേഴ്സിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പെട്രോ ഡോളർ സിസ്റ്റം ഡിക്ലൈൻ ചെയ്യും എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഉത്തരമാണോ? ശരിയാണ്. കൺട്രീസ് വിത്ത് ദ ലാർജസ്റ്റ് റിസർവ്സ് ഓഫ് ക്രിട്ടിക്കൽ മിനറൽസ് നെസസറിലി ഡോമിനേറ്റ് ദ ഗ്ലോബൽ സപ്ലൈ ചെയിൻ. ഇത് തെറ്റാണ്.
ഇപ്പോൾ കൊബാൾട്ട് കൂടുതൽ കോങ്കോൻ്റെ കയ്യിലാണ്, പക്ഷേ ചൈന കൂടുതലും അപ്പോൾ ആരാണോ സപ്ലൈ ചെയിനിൽ ലീഡ് ചെയ്യുന്നത് അവർ റിസർവ് ഉള്ള ആൾ സപ്ലൈ ചെയിൻ ലീഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇനി അടുത്തത്, electrification of transport directly reduces global oil demand, but its currently impact remains marginal related to electrification of transport directly reduces global oil demand, but its current impact remains marginal related to total demand. ശരിയാണോ തെറ്റാണോ? അടുത്തും കൂടെ നോക്കാം. The shift to renewable energy eliminates geopolitical dependencies. eliminates റിന്യൂബിളിലേക്ക് മാറിക്കഴിഞ്ഞാൽ ജിയോപൊളിറ്റിക്കൽ ഫോസിൽ ഫ്യൂൽ എൻറ്റയർലി കുറയും എന്നാണ് പറയുന്നത്. ഒബ്വിയസ്ലി 4 ഉള്ളതെല്ലാം തെറ്റാണ്. അപ്പോൾ നമുക്ക് 4 ഉള്ളതെല്ലാം കട്ട് ചെയ്ത് കളയാം. ആൻഡ് 1 ഇല്ലാത്തത് 1 2 ഉണ്ട്. അപ്പോൾ 2 ഇനി അടുത്ത ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഈസിലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, നമ്മൾ ഇലക്ട്രിഫിക്കേഷൻ്റെ കാര്യത്തിൽ ശരിയാണോ അല്ലയോ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മാത്രം മതി. സോ റൈറ്റ് ആൻസർ ഇസ് ഓൺലി 1 and 3 ആണ്. ഇത് ശരിയായിട്ടുള്ള ഉത്തരം 3. ഇത് രണ്ടും 2ഉം 4ഉം എന്തായാലും തെറ്റാണ്. അപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ്റെ ഈ ഒരു ചോദ്യം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ടഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ എന്നാലും സോൾവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കറക്റ്റാണ്. കണ്ടോ, ഹാവിങ് ഹൈ റിസർവ്സ് ഉള്ളതുകൊണ്ട് സപ്ലൈ ചെയിൻ ലീഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ചൈനയുടെ എക്സാമ്പിൾ നോക്കിയാൽ മതി. ആൻഡ് ബാക്കിയുള്ളതെല്ലാം വളരെ സിമ്പിളായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയായിരുന്നു. ഇനി അടുത്ത പ്രധാനപ്പെട്ട എഡിറ്റോറിയലിലേക്ക് കിടക്കുകയാണെങ്കിൽ NCERTയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിസിസം കൂടെ ഇവിടെയുണ്ട്. സുപ്രീം കോടതി NCERT ബാൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആസ്പെക്ട് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നമുക്ക് നമ്മുടെ UPSC ഫിൽറ്റർ ഒന്ന് അപ്ലൈ ചെയ്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് നോക്കാം. ഇതിനകത്ത് മെയിനായിട്ട് വേറൊന്നുമില്ല. NCERT ഒരു NCERT ഉണ്ടായിരുന്നു. NCERTക്കകത്ത് കറപ്ഷൻ ഇൻ ജുഡീഷ്യറിയിലുള്ള കറപ്ഷനെ കുറിച്ച് വന്നു. ഇമ്മീഡിയറ്റ്ലി സുപ്രീം കോടതി അത് ബാൻ ചെയ്തു. ആ ബുക്ക് തന്നെ എല്ലാ ബുക്കുകളും ബാൻ ചെയ്തു, തപ്പിയെടുത്ത് എല്ലാം കോൺഫിസ്കേറ്റ് ചെയ്തു. അപ്പോൾ ഇത് ശരിക്കും ഇതൊരു കോൺടെംപ്റ്റ് ഓഫ് കോർട്ട് അല്ലെങ്കിൽ കോടതിയെ കളിയാക്കി എന്ന് പറയുന്ന രീതിയിൽ സുപ്രീം കോടതിക്കും കോടതികൾക്കും കുറച്ചും കൂടെ ത്രഷോൾഡ് വേണ്ടേ, അല്ലെങ്കിൽ ക്രിറ്റിസിസം കോടതിയെ ചെയ്യാൻ പാടില്ല എന്നുണ്ടോ, അതിൻ്റെ നിയമവശങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ. ജുഡീഷ്യറിയെ ക്രിട്ടിസൈസ് ചെയ്തു, ബുക്ക് വാസ് ഷെൽഫ് കംപ്ലീറ്റ്ലി, ഓതേഴ്സിനെയൊക്കെ സൈഡ് ലൈൻ ചെയ്തു, പുതിയൊരു കമ്മിറ്റി വെച്ച് തീരുമാനിക്കാൻ പോവുകയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ 8ാം ക്ലാസ്സിലെ ഒരു പ്രധാനപ്പെട്ട NCERTയിൽ കറപ്ഷൻ ഇൻ ജുഡീഷ്യറി എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ കോടതിയിൽ ഒരുപാട് അഴിമതി നടക്കുന്നുണ്ട്, ഒരുപാട് കേസുകൾ ഇപ്പോഴും ബാക്കി കിടക്കുകയാണ്, ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഒരുപാട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അവർ ഇത് സ്കാൻഡലസ് ആയിട്ട് കണ്ടു. സുപ്രീം കോടതിയിൽ അല്ലെങ്കിൽ കോടതിയെ സംബന്ധിച്ചോളം കോടതിയെ സ്കാൻഡലസ്ലി സ്കാം ചെയ്തു അല്ലെങ്കിൽ ഡാമേജ് ചെയ്തു, കോടതിയുടെ പേര് ഡാമേജ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ സംഭവം ഇനിഷ്യേറ്റ് ചെയ്തത്. അപ്പോൾ കോടതി ചെയ്തതെന്ന് വെച്ചാൽ ഇറ്റ് ക്രിയേറ്റഡ് എ ബ്ലാങ്കറ്റ് ബാൻ. ഇത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല, റീപ്രിന്റ് ചെയ്യാൻ പാടില്ല, ഡിജിറ്റലി സർക്കുലേറ്റ് ചെയ്യാൻ പാടില്ല, എല്ലാം പിടിച്ചെടുത്തു. NCERT ഡയറക്ടർക്ക് ഷോ കോസ് നോട്ടീസ് വഹിച്ചു. അപ്പോൾ ഇതിൻ്റെ കാര്യം വരുന്ന സമയത്ത് വലിയൊരു ചോദ്യം ഇവിടെയുണ്ട്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്ത് ഇവർ ചേർന്നിട്ടാണ് ഈ വലിയൊരു സംഭവം ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ആസ്പെക്ട് എന്ന് പറയുമ്പോൾ എന്താണ് കോർട്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുമ്പോൾ എന്ത് രീതിയിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നമുക്ക് പഠിക്കാം, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ 2 തരം സിവിൽ കണ്ടംപ്റ്റ് ഉണ്ട്, ക്രിമിനൽ കണ്ടംപ്റ്റ് ഉണ്ട്. അതായത് കോടതിയുടെ നിർദ്ദേശങ്ങൾ ഒരു തരത്തിൽ പാലിക്കാതിരിക്കുക, അല്ലെങ്കിൽ കോടതിയെ ഒബ്സ്ട്രക്റ്റ്, നമ്മൾ നിയമം നടപ്പിലാക്കാൻ നമ്മൾ തടസ്സം നിൽക്കുക, അല്ലെങ്കിൽ കോടതിക്കകത്ത് തോന്നിയ പോലെയൊക്കെ ചെയ്ത കോടതിക്ക് കണ്ടംപ്റ്റിന് കേസ് എടുക്കാം. കോടതിയെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുക, പ്രിജുഡൈസിങ് കേസസ്, സ്കാൻഡലൈസിങ് ദ കോർട്ട്, കോടതിയുടെ ഇമേജ് ഡാമേജ് ചെയ്യുക, കോടതിയുടെ ഒരു പവിത്രത എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ഫാക്ടറിന് എഗൻസ്റ്റ് ആയിട്ട് പോകുന്ന എന്തിനും കോടതിക്ക് വേണമെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ചാർജ് ചെയ്യാം. അത് കോടതി ദ കോർട്ട് ഈസ് എ കോർട്ട് ഓഫ് റെക്കോർഡ്. പഴയകാല മുൻകാല വിധികളെല്ലാം ഒരു റെഫറൻസ് ആക്കി വെച്ച് വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ ഇമേജ് ഡാമേജ് ചെയ്തു, സ്കാൻഡലൈസ് ചെയ്തു എന്നാണ് കണ്ടംപ്റ്റ് ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ചോദ്യം ഇവിടെ ചോദിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 129 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് സുപ്രീം കോർട്ട് ഇസ് എ കോർട്ട് ഓഫ് റെക്കോർഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 129 ആർട്ടിക്കിൾ പറയുന്നു ഇറ്റ് ഹാസ് ദ പവർ ടു പണിഷ് ഇറ്റ്സ് ഓൺ കണ്ടംപ്റ്റ്. കോടതിക്ക് തീരുമാനം എടുക്കാം. ഇറ്റ്സ് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് ഉദ്ദേശിക്കും എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ജഡ്ജ്മെൻറ്റ്സ് ആർ പെർമനൻറ്റ് റെക്കോർഡ്സ്. അത് ഫ്യൂച്ചർ കേസസിൽ നമ്മൾ പറയില്ലേ, പണ്ടത്തെ ആ കേസ് വേഴ്സസ് 1978 കേസ് നമുക്കൊരു വിധിയാണ്, ഒരു പ്രസിഡന്റ് ആണെന്നുള്ള രീതിയിൽ 129 കോടതിക്ക് കണ്ടംപ്റ്റ് ഓഫ് ഇതെടുക്കാൻ പറ്റും. അതേപോലെ ഹൈക്കോടതിക്കും പവർ ഉണ്ടോ എന്ന് വെച്ചാൽ സുപ്രീം കോടതിക്ക് മാത്രമല്ല പവർ. ആർട്ടിക്കിൾ 215 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹൈക്കോടതിക്കും അതിൻ്റെ പവർ ഉണ്ട്. ഹൈക്കോർട്ട് ഈസ് ഓൾസോ എ കോർട്ട് ഓഫ് റെക്കോർഡ്.
കണ്ടംപ്റ്റിന് അതിൻ്റെതായ രീതിയിൽ തടസ്സങ്ങൾ വരുത്തിയതിനോ കോടതിനെ ഡാമേജ് വരുത്തിയതിനോ കോടതിക്ക് കണ്ടംപ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും കണ്ടംപ്റ്റ് പവർ ഉണ്ട് എന്നുള്ളത് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് നമുക്ക് പരീക്ഷയ്ക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് പറയുന്നത് എന്ന് വെച്ചാൽ കോടതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററി പവർ പോലെ ഫിനാൻഷ്യൽ പവർ പോലെ ഉള്ളതൊന്നുമല്ല. വാളെടുത്ത് എല്ലാവരും വെട്ടാനോ അല്ലെങ്കിൽ അയാളുടെ പൈസ കട്ട് ചെയ്യാനോ ഒന്നുമില്ല. കോടതികൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് പബ്ലിക് ട്രസ്റ്റിലും കോൺഫിഡൻസിലുമാണ്. അപ്പോൾ അത് വളരെയധികം കീപ്പ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അത് വളരെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് പറയുന്നതാണ്. ഇപ്പം നാളെ കോടതി ഒരു തീരുമാനം എടുക്കുകയാണ്, ഈ ബിൽഡിംഗ് ഡെമോളിഷ് ചെയ്യണം. കോടതിയിൽ സുപ്രീം കോടതിയുടെ ആൾക്കാർ പോയി ഡെമോളിഷ് ചെയ്യില്ലല്ലോ. അത് ബുൾഡോസർ ചെയ്യണമെങ്കിൽ പോലീസോ അഡ്മിനിസ്ട്രേഷനോ ഗവൺമെൻറ്റോ ആണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ കോടതിക്ക് കോടതിയുടേതായ ഒരു ഫോഴ്സോ ഒന്നുമില്ല. പബ്ലിക് ട്രസ്റ്റിൽ ഓടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കോടതിയാണ് എല്ലാവരുടെയും അൾട്ടിമേറ്റ് വിശ്വാസവും. ആൻഡ് ഇവിടെ വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പറയുന്നുണ്ട് കോടതികൾ ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരുപാട് ജഡ്ജിമാരുണ്ട്. അത് ഒരു ലിമിറ്റിൽ നിൽക്കണം. ഒരു നല്ല ആശയത്തിന് അല്ലെങ്കിൽ നമ്മൾ തിരുത്താൻ ശരിയാണ്, പക്ഷെ അൺനെസസറിലി കോടതിനെ കുറ്റം പറഞ്ഞാൽ കാര്യമില്ല. ഇതുണ്ടോ, ക്രിറ്റിസിസം ക്യാൻ ഇംപ്രൂവ് ദ സിസ്റ്റം എന്ന് വിശ്വസിക്കുന്ന ചീഫ് ജസ്റ്റിസുമാരായിട്ടുള്ള സബ്യസാച്ചി മുഖർജി പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ ഒരുപാട് ഡിലേ ഉണ്ട് എന്ന്. CAGA പറഞ്ഞിട്ടുണ്ട്. ഗജേന്ദ്ര ഗഡ്കർ പറഞ്ഞിട്ടുണ്ട് കണ്ടംപ്റ്റ് ഓവറായിട്ട് നമ്മൾ ഉപയോഗിക്കരുത്, ചില ക്രിറ്റിസിസംസ് നേരിടണം. ജസ്റ്റിസ് ബറൂച്ച പറഞ്ഞിട്ടുണ്ട് കോടതിക്ക് കുറച്ചുകൂടെ വലിയ ബ്രോഡ് ഷോൾഡേഴ്സ് വേണം, കുറച്ചുകൂടെ ലിബറലായിട്ട് ചിന്തിക്കണം എന്ന് പറഞ്ഞ് ചീഫ് ജസ്റ്റിസുമാരും ജഡ്ജിമാരും നമുക്കിവിടെ ഉണ്ട്. പക്ഷേ കോടതി പറയുന്നത് ബേസ്ഡ് ഓൺ ഫാക്ട്സ്, റെക്ലെസ്, മലീഷ്യസ് അല്ലാത്ത ക്രിറ്റിസിസംസ് ആണെങ്കിൽ ഫെയർ ആണെങ്കിൽ എടുക്കാം. പക്ഷേ ഇഫ് ഇറ്റ് ഇസ് ഡെലിബറേറ്റ്ലി ഡാമേജിങ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ സ്പ്രെഡിങ് ഫോൾസ്ഹുഡ് ദെൻ ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ് ആൻഡ് ദാറ്റ് ഈസ് സ്കാൻഡലസ് എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാനുള്ളത്. മെയിനായിട്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കോടതികളുടെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇതിനൊരു ലെവൽ വേണം. അപ്പോൾ ഫെയർ ലിമിറ്റിലുള്ള ക്രിറ്റിസിസംസ് പറ്റും. അപ്പോൾ നമുക്ക് പ്രിലിംസ് ബോക്സിലേക്ക് നോക്കുമ്പോൾ വാട്ട് ഈസ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് സിവിൽ ആൻഡ് ക്രിമിനൽ, സ്കാൻഡലൈസിങ് ദ കോർട്ട് ഡോക്ട്രൈൻ എന്താണ്, ആർട്ടിക്കിൾ 129, 215 സുപ്രീം കോർട്ടിൻ്റെയും ഹൈക്കോർട്ടിൻ്റെയും കണ്ടംപ്റ്റ് പവേഴ്സ്, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് 1971 അതുകൊണ്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച് 19 Clause 1A, റീസണബിൾ റെസ്ട്രിക്ഷൻസ് 19 Clause 2, ജുഡീഷ്യൽ റിവ്യൂ തുടങ്ങിയ കുറേ കോൺസെപ്റ്റുകളെല്ലാം ഇതിൽ നിന്ന് പഠിക്കേണ്ടതാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുമുണ്ട്. മെയിൻസിൻ്റെ ലെവലിൽ നോക്കുകയാണെങ്കിലും ഷുഡ് കോർട്ട്സ് ടോളറേറ്റ് ഹാർഷ് ക്രിറ്റിസിസംസ്, ലാക്ക് ഓഫ് ഒരു സ്ട്രോങ് മെക്കാനിസം ഉണ്ടോ എന്നൊക്കെ നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഒരു മെയിൻസ് ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. The power of contempt of court is essential for maintaining judicial authority, but its misuse may undermine democratic freedom. Critically examine with the help of recent examples എന്ന് ചോദിച്ചാലൊക്കെ നമുക്ക് എഴുതാൻ പറ്റണം. ആ ഒരു ലിമിറ്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം. ഇനി നമുക്ക് അടുത്ത ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. The power to punish for contempt is derived solely from the content of court. ഇത് തെറ്റാണ്. സോൾലി എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും പവർ ഉണ്ട്. ക്രിമിനൽ കണ്ടന്റ് ഇൻക്ലൂഡ്സ് ആക്ട്സ് ദാറ്റ് ലോവർ ദ അതോറിറ്റി ഓഫ് ദ ജുഡീഷ്യറി ഈവൻ ദേ ഡു നോട്ട് ഡയറക്ട്ലി. ഇത് ശരിയായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ലോവർ ദ ജുഡീഷ്യറി പക്ഷേ ഡയറക്ട്ലി കോടതിയെ താഴ്ത്തി കാണിച്ചു, പക്ഷേ കോടതിയുടെ പ്രൊസീഡിങ്സിനൊന്നും ബാധിക്കുന്നില്ല. ഓൺലി ദ സുപ്രീം കോർട്ട് ഹാസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ ടു പണിഷ് ഫോർ കണ്ടംപ്റ്റ്. നോ, ഹൈക്കോർട്ട് ഓൾസോ ഹാസ് ദ പവർ. Fair and reasonable criticism of judicial functioning is protected. Fair and reasonable is protected under the constitution. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ടോ? ജുഡീഷ്യറിയെ കുറ്റം പറയാനുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും നമുക്ക് ഇവിടെ ഇല്ല. അപ്പോൾ ഉത്തരം ബി മാത്രം എന്ന രീതിയിൽ നമുക്ക് 2, 4 ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, 2 and 4 കറക്റ്റ് ആണ് ആക്ച്വലി. ബിക്കോസ് ഫെയർ ആൻഡ് റീസണബിൾ ക്രിറ്റിസിസം ആണ് ചോദ്യം. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ഫെയർ ആൻഡ് റീസണബിൾ ക്രിറ്റിസിസം ഇസ് സോ ഫെയർ ആൻഡ് റീസണബിൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മലീഷ്യസ് അല്ല, സ്കാൻഡലസ് അല്ലാത്ത രീതിയിൽ പോയിന്റുകൾ പറയാൻ പറ്റും. അത് നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്ന് എപ്പോഴും ഓർത്ത് വയ്ക്കുക. 2 and 4 ആണ് നമുക്കിവിടെ മെയിനായിട്ട് വരുന്ന ഉത്തരങ്ങൾ ഇവിടെ വരുന്നത്. സോ വളരെ ഒബ്വിയസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു അത്. പക്ഷേ എന്നാലും 4th one സ്റ്റേറ്റ്മെന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. റീസണബിൾ സംഭവങ്ങൾ ഇവിടെ ഓൾറെഡി അലോഡ് ആണ് എന്നുള്ളതും കൂടെ ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു എഡിറ്റോറിയൽ എന്ന് പറയുന്നത് വെസ്റ്റ് ഏഷ്യ സെക്യൂരിറ്റി റീതിങ്ക് എമംഗ് അമേരിക്കാസ് റോൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഓൾറെഡി ലെറ്റ്സ് അപ്ലൈ ദ ഫിൽട്ടർ ആൻഡ് ഗെറ്റ് ടു ഇറ്റ്. ഇതിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കാരണം ഒബ്വിയസ്ലി മനസ്സിലാക്കേണ്ടത് ഗൾഫ് എന്ന് പറയുമ്പോൾ യു ഷുഡ് ഓൾസോ സീ ദർ ആർ എ ലോട്ട് ഓഫ് ഗൾഫ് കൺട്രീസ്. UAE, ഖത്തർ, ഒമാൻ, ബഹ്റിൻ, കുവൈറ്റ്. ഈ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഫ്രണ്ട്സ് ആണ്. ദിസ് ഇസ് എ സ്റ്റോറി. US ഫ്രണ്ട്സ് ആണെന്ന് മാത്രമല്ല, US ഇവിടെ എല്ലായിടത്തും ബേസ് ഉണ്ട്. US ഇസ് ഇൻഡയറക്ട്ലി ട്രൈങ് ടു പ്രൊട്ടക്ട് ഓൾ ഓഫ് ദീസ് റീജിയൻസ്. ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ US ഇറാൻ വാർ വന്ന സമയത്താണ് ഇവിടുത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള 2 ആൾക്കാരാണ്
ഗൾഫ് മാത്രമല്ല, വെൻ യു ലുക്ക് അറ്റ് മിഡിൽ ഈസ്റ്റ് മൊത്തം നോക്കുമ്പോൾ ഇസ്രായേലും ഇറാനും ഡേഞ്ചറസ് ആൾക്കാരാണെന്നാണ് പറയുന്നത്. ബിക്കോസ് ഇവർ അൺപ്രഡിക്റ്റബിൾ ആണ്, ഇവർ എന്ത് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ റീജൻ എപ്പോഴും ഒരു ഹോട്ട് സ്പോട്ടാണെന്ന് മനസ്സിലാക്കുക, ഒരു ഹോട്ട് ഏരിയ ആണ് ഈ ഗൾഫും മിഡിൽ ഈസ്റ്റ് മൊത്തം. കാരണം ഈ രണ്ട് പ്ലേയേഴ്സും അൺപ്രഡിക്റ്റബിൾ ആണ്, ഇറാനും ഇസ്രായേലും. ആൻഡ് യു എസ് എയും കൂടെ ഉണ്ട്. ഇപ്പോഴത്തെ വാർ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൾഫിന് പലപ്പോഴും യു എസിന് ഇറാനെതിരെയോ അല്ലെങ്കിൽ എയർ സ്ട്രൈക്കിനെതിരെയോ ഒന്നും യു എസിന് ഗൾഫ് രാജ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല വേണ്ടത്ര രീതിയിൽ. അറ്റ്ലീസ്റ്റ് അവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് യു എസ് ഇസ് നോട്ട് ഏബിൾ ടു ഹെൽപ്പ് ദം. സോ ഇതൊരു വലിയൊരു ക്രൈസിസ് ആണ്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സൗദിയും കുവൈറ്റ് അങ്ങനെ പല പ്രശ്നങ്ങളും പല രാജ്യങ്ങളും തമ്മിലുണ്ട്, ഖത്തറും തമ്മിലുണ്ട്. അപ്പോൾ ഡെസ്പൈറ്റ് ദ ഇൻഡിഫറൻസസ് നമ്മൾ ഇവിടെ നമ്മുടേതായ GCC അല്ല, ഒരു പ്രത്യേക തരം അലയൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. നേറ്റോ ഒക്കെ പോലെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇതിൽ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ദറ്റ് പാകിസ്ഥാൻ ഈസ് വോളണ്ടറിലി റെഡി ടു ഹെൽപ്പ് ഇൻ എനി വേ. നമ്മുടെ പാകിസ്ഥാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ പവർ ഉണ്ട്, എന്ത് രീതിയിൽ വേണോ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നൊരു സംഭവം വരുമ്പോൾ ഇന്ത്യ വളരെയധികം കൺസേൺഡ് ആയിരിക്കണം. സോ ദിസ് ഇസ് ദ ടോട്ടൽ സമ്മറി ഓഫ് ദിസ്. സോ ദേ നീഡ് ടു റീതിങ്ക് ദെയർ സെക്യൂരിറ്റി ആർക്കിടെക്ചർ. They're losing the trust in United States of America, and Pakistan is trying to gain a small relevance inside this, which has to be noted. So, ഇവിടെ ഇറാൻ്റെ ഇപ്പോഴത്തെ വേറൊരു ഐഡിയോളജി ഉണ്ട്, which is a very popular ideology that you can look at here. What do you mean by the concept of scorched earth? It's a very good concept. So, you need to understand scorched earth എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്. ഇതൊരു വാർ സ്ട്രാറ്റജി നോക്കിക്കഴിയുന്ന സമയത്ത് the scorched earth strategy means നമ്മൾ എന്തായാലും യുദ്ധം തോക്കുകയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ യു ഡിസ്ട്രോയ് എവ്രിതിങ് വാല്യുബിൾ. നമ്മുടെ ശത്രുവിൻ്റെ പോയിട്ടുള്ള നമ്മൾ തകർന്നാൽ, ഇഫ് ഐ സഫർ ഐ വിൽ മേക്ക് യു സഫർ മോർ. ഞാൻ തോറ്റാലും വേണ്ടില്ല, ഞാൻ കംപ്ലീറ്റ് തകർത്ത് നശിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. കാരണം എല്ലാം കത്തിച്ച് കളയുന്നില്ലേ. ഞങ്ങൾ എന്തായാലും തോക്കാൻ തീരുമാനിച്ചു, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ, ട്രേഡ് ഒക്കെ നശിപ്പിക്കുന്ന, ഓയിൽ എല്ലാം നശിപ്പിക്കും. സോ ഇറാനിപ്പോൾ ഈ സ്കോർച്ച്ഡ് എർത്ത് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾക്ക് പരീക്ഷയിൽ എഴുതാവുന്നതാണ് പോയിന്റ്. സ്കോർച്ച്ഡ് എർത്ത് എന്ന് പറയുന്ന ഒരു ഡോക്ട്രൈനാണിത്, ഓർക്കാവുന്നതാണ്. കണ്ടോ, ഞാൻ തോറ്റാലും വേണ്ടല്ലോ നിങ്ങൾ മൊത്തം നശിപ്പിക്കുന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടും ഈ ഒരു ഏരിയ. യമൻ, ഒമാൻ, ഇറാൻ, കുവൈറ്റ്, ബഹ്റൈൻ, UAE, സൗദി അറേബ്യ, ജോർദൻ, സിറിയ, ലെബനൻ, ഈജിപ്റ്റ്, തുർക്കി, ഈ കാണുന്ന മെയിനായിട്ടുള്ള മിഡിൽ ഈസ്റ്റ് എന്ന് വിളിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് രാജ്യങ്ങൾ ഇതൊക്കെയാണ്. ഈ മിഡിൽ ഈസ്റ്റ് എന്ന് വിളിക്കുന്നത്. GCC എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നോക്കിക്കോളൂ, UAE, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ. നമ്മൾ GCC രാജ്യങ്ങൾ ഗൾഫ് കോപ്പറേഷൻ കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്. നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ ഓർത്താൽ മതി. അതിനകത്ത് ഇറാൻ, ഇറാഖ്, ഈജിപ്റ്റ് ഒന്നുമില്ല, ഇസ്രായേൽ ഒന്നുമില്ല. മെയിൻ ആയിട്ടുള്ള ഗൾഫ് കൺട്രീസ് ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് പണ്ട് US സപ്പോർട്ടിന് പോകുമായിരുന്നു, പക്ഷെ ഇപ്പോൾ US ഈവൻ അവരുടെ കയ്യിൽ നിന്ന് പോലും പൈസ വാങ്ങിക്കുകയാണ് ഇവരുടെ വാറിന് വേണ്ടി. സോ അതുകൊണ്ട് തന്നെ ഈ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാലെന്ന് ആലോചിക്കുകയാണ്. സൗദി പോലും, ഖത്തർ പ്രശ്നങ്ങളൊക്കെ മറന്നൊരു പുതിയ കോപ്പറേഷൻ വന്നാലോ എന്നൊരു ചിന്ത എവിടെയുണ്ട്. സോ ബിക്കോസ് ഐ ടോൾഡ് യു ദിസ് പോയിന്റ്, ബിക്കോസ് ഇറാൻ ആൻഡ് ഇസ്രായേൽ ആർ ബേസിക്കലി അൺപ്രഡിക്റ്റബിൾ പ്ലെയേഴ്സ് ഇൻ ദിസ് റീജിയൻ. ഇവരിവിടെ നിൽക്കുന്തോറും എന്തും ഇതേപോലെ ഒരു ദിവസം രാവിലെ ആകുമ്പോൾ യുദ്ധം വരാം. അതുകൊണ്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി നീഡ് ടു ബി ടുഗെദർ. നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. ആൻഡ് പാകിസ്ഥാൻ ഈസ് പ്ലേയിങ് എ ബിഗ് റോൾ. അവർ വേണമെങ്കിൽ ഒരു ഇസ്ലാമിക് ഐഡൻറ്റിറ്റി ഇവർക്കും ഉണ്ട്, ന്യൂക്ലിയർ പവർ സ്റ്റാറ്റസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം. വെസ്റ്റ് ഏഷ്യയിൽ പുതിയ ഒരു ശക്തിയായി മാറാൻ പാകിസ്ഥാൻ ട്രൈ ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് അഗെയിൻ എ ബിഗ് തിങ് ഫോർ ഇന്ത്യ. ഇന്ത്യ നീഡ് ടു ബി മോർ കോഷ്യസ്. അതാണ് നമ്മുടെ സ്ട്രാറ്റജിക്കലി നമ്മൾ ചെയ്യുന്നത്. സോ വലിയ ചോദ്യങ്ങൾ ഇതാണ്. ക്യാൻ ഗൾഫ് ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ സെക്യൂരിറ്റി? ക്യാൻ ഇറാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്? ക്യാൻ കൺട്രീസ് ലൈക്ക് ഇവിടെ ഇന്ത്യക്ക് റോൾ ഉണ്ടോ? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇസ്ലാമിക് കൺട്രി അല്ലെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. സോ വെസ്റ്റ് ഏഷ്യ ഇസ് മൂവിങ് ടുവേർഡ്സ് എ ന്യൂ അൺസർട്ടൺ മൾട്ടിപോളാർ സോഷ്യൽ സെക്യൂരിറ്റി ഓർഡർ. അപ്പോൾ ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. സോ ഓൾറെഡി ഉള്ള കുറച്ച് ഓർഗനൈസേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി അറബ് ലീഗ് ഉണ്ട്. അറബ് ലീഗ് അത്ര സക്സസ്ഫുൾ ആയിട്ട് എഫക്റ്റീവ് അല്ല. 22ഓളം മെമ്പർ കൺട്രീസ് ഉണ്ട്. എല്ലാ GCC കൺട്രീസും അറബ് ലീഗിൻ്റെ ഭാഗമാണ്. സോ അറബ് ലീഗ് അത്ര എഫക്റ്റീവ് ആയിട്ട് ഇപ്പോൾ ഇല്ല. ആൻഡ് അതേപോലെ തന്നെ GCC നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് അപ്പാർട്ട് ഫ്രം അറബ് ലീഗ് ദർ ആർ അതർ കൺട്രീസ് കോൾഡ് ഒപെക്. ഒപെക് ഇവിടുത്തെ മാത്രമല്ല, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിൽ GCC രാജ്യങ്ങളും ഉണ്ട്. സൗദി അറേബ്യ, UAE, കുവൈറ്റ് എല്ലാം ഒപെക്കിലെ മെമ്പേഴ്സാണ്. ഓയിൽ അതായത് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിൽ, പെട്രോ എക്സ്പോർട്ട് കൺട്രീസിൽ GCC രാജ്യങ്ങൾ 3 ഉണ്ട്. ഒപെക് എന്നൊരു സംഭവമുണ്ട്. അതേപോലെ തന്നെ
ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ എല്ലാ GCC മെമ്പേഴ്സും ഇസ്ലാമിക് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്. അതൊരു തരം മുസ്ലിം മെജോറിറ്റി കൺട്രീസിൻ്റെ ഒരു കോമൺ കോർപ്പറേഷൻ ആണത്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ. ഇതൊന്നും എഡിറ്റോറിയൽ ഇല്ല, എക്സ്ട്രാ പോയിന്റ്സ് ഞാൻ ആഡ് ചെയ്യുന്നതാണ്, സോ ദാറ്റ് യു ഗെറ്റ് എൻ ഐഡിയ ഓൺ ദാറ്റ്. സോ പ്രിലിംസിന് വേണ്ടി പ്രധാനപ്പെട്ട നോക്കേണ്ടത് അറബ് ലീഗ് എന്താണെന്ന് നോക്കണം. ഹൂത്തീസിന്റെ അറ്റാക്ക് നമ്മൾ പലപ്പോഴും പഠിക്കുന്നുണ്ട്. സ്കോഷ്ഡ് എർത്ത് സ്ട്രാറ്റജി ഡോക്ട്രിൻ എന്താണ്, GCC എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. ആൻഡ് മെയിൻസിലേക്ക് പോകുന്ന സമയത്ത് is US security guarantee losing credibility in West Asia? Can Gulf countries create a self-sustaining security? Should India play a role? Is Pakistan's role a major concern for India? അത് മെയിൻസ് ഇന്റർവ്യൂ ലെവലിൽ ആലോചിക്കേണ്ടതാണ്. ആൻഡ് അവിടുത്തെ പ്രധാനപ്പെട്ട സുന്നി ഷിയ പൊളിറ്റിക്കൽ ഡിവിഷൻസിനെ കുറിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് എ പ്രോബ്ലം എന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇത്രയും ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടിയ ഈ ഏരിയയെക്കുറിച്ച് എന്ത് ഉത്തരവും നമുക്ക് മെയിൻസിനും ഇന്റർവ്യൂവിനും ചെയ്യാൻ പറ്റും കേട്ടോ. സോ അത് പ്രത്യേകം ഓർത്ത് വെക്കുക. ആൻഡ് I'll give you a mains question. The ongoing West Asian conflict marks a transition from US-centric security order to a fragmented regional security architecture. Examine the implications for regional stability and India's interest. അപ്പോൾ US-centric എന്ന് ഒരു ഫ്രാഗ്മെന്റഡ് ആയിട്ടൊരു സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ എന്താണ് അവിടുത്തെ സ്റ്റെബിലിറ്റിയുടെ ടാസ്കുകൾ, ഇന്ത്യക്ക് എത്രത്തോളം കൺസേൺ ഉണ്ടെന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യേണ്ടതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ദിസ് ക്വസ്റ്റ്യൻ ക്വിക്ക്ലി. ഇതും ഒരു 4 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്, അത്യാവശ്യം ടഫ് ക്വസ്റ്റൻ ആണ്. ദ ഡിക്ലൈനിങ് ഡിപ്പെൻഡൻസ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓൺ വെസ്റ്റ് ഏഷ്യൻ എനർജി ഹാസ് ഇൻഫ്ലുവൻസസ് security commitments. The declining dependence of United States on West Asian energy resources has influenced its security commitments. ശരിയാണോ? The Arab League has emerged as an effective mechanism to ഇത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടുള്ളതെല്ലാം ഒബ്വിയസ്ലി ഇപ്പം നമുക്ക് രണ്ടെല്ലാം അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാം. സോ ഒബ്വിയസ്ലി 1, 3 and 4 എന്ന് പറയുന്ന 1 ശരിയാണ്. The Strait of Hormuz has implication not only for oil but for global maritime. 3 എന്തായാലും ശരിയാണ്. പാകിസ്ഥാൻസ് is partly linked to its nuclear capability and Islamic identity. വളരെ ശരിയാണ്. പാകിസ്ഥാന്റെ ഇസ്ലാമിക് ഐഡന്റിറ്റി ന്യൂക്ലിയർ പവറും തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട സംഭവം 1, 3, 4ലേക്ക് നമ്മളെ കൊണ്ട് നയിക്കുന്നത്. അറബ് ലീഗ് അത്ര എഫക്റ്റീവ് അല്ല ഇവിടുത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ. അത് ഓൾറെഡി ഇന്റേണൽ ഡിവിഷൻസ് ഉണ്ട് അറബ് ലീഗിനകത്ത് തന്നെ. സിറിയ, യമൻ, ലിബിയ കുറേ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് ഇവർ തമ്മിൽ. അതുകൊണ്ട് അതൊരു സൊല്യൂഷൻ അല്ല. സോ ഇറ്റ് ഈവൻ ഹാസ് സിറിയ, യമൻ, ലിബിയ പോലത്തെ രാജ്യങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. സോ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് എഡിറ്റോറിയൽ ഓഫ് ദിസ് ക്ലാസ്. കോളേജിൻ്റെ കുറേ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് പെട്ടെന്ന് പോവാം. സോ ലെറ്റ്സ് അപ്ലൈ ദ ഫിൽറ്റർ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് വേറെ ഒന്നുമില്ല. എഡ്യൂക്കേഷൻ്റെ ബെറ്റർ ആവുന്നു, പക്ഷേ സ്കൂളുകളും കോളേജുകളും കൂടി പക്ഷേ വേണ്ടത്ര ടീച്ചേഴ്സ് ഇല്ല എന്ന് പറയുന്ന 1950 കോളേജും യൂണിവേഴ്സിറ്റിയും 1600 ഏകദേശം. നൗ ഇറ്റ് ഈസ് മോർ ദാൻ 69,000 ആണ്. ഒന്ന് ഇമാജിൻ ചെയ്തോളൂ, എത്ര 50 വർഷം കൊണ്ട് അല്ലെങ്കിൽ 70 വർഷം കൊണ്ട് ഇത്രയും യൂണിവേഴ്സിറ്റീസും കോളേജസും കൂടി. കൂടുതലും പ്രൈവറ്റ് സെക്ടർ ഡോമിനേറ്റഡ് ആണെന്നാണ് അത് പറയുന്നത്. അപ്പം കോളേജ് ഡെൻസിറ്റി കൂടിയിട്ടുണ്ട്. 29-45 കോളേജസ് പെർ ലാക്ക് യൂത്തിലേക്ക് മാറിയിട്ടുണ്ട്. ബട്ട് അൺഈവൻ ഡിസ്ട്രിബ്യൂഷനാണ്. എന്തൊക്കെ കോളേജുകൾ കൂടിയെന്ന് പറഞ്ഞാലും നോർത്തും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും ഇപ്പോഴും ലോ ആക്സസ് ഉണ്ടെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു ഇതായിട്ട് നോക്കിയാൽ മതി. പക്ഷേ പ്രധാന പ്രശ്നം ടീച്ചർ ഷോർട്ടേജ് തന്നെയാണ്. 15 to 25 സ്റ്റുഡൻസ് പെർ ടീച്ചർ. ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ല. അത് 24, 35, 32 എന്ന് പറയുന്ന ഒരു ടീച്ചർക്ക് ഇത്ര സ്റ്റുഡൻസ് എന്ന് 24 എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ 32, 35 വരെ എത്തിയിട്ടുണ്ട്. സോ മോർ സ്റ്റുഡൻസ്, ഫ്യൂവർ ടീച്ചേഴ്സ്, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ഡിക്ലൈനിങ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ടു ബി അണ്ടർസ്റ്റുഡ്. അതായത് ഒരു കുട്ടിക്ക്, ഒരു ടീച്ചറിന് 25 സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രിപ്പുണ്ട്. ഒരു ടീച്ചറിന് 70 കുട്ടികളെന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ താഴെ പോകുമെന്നാണ് നമ്മൾ അതിൽ അസ്യൂം ചെയ്യുന്നത്. അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം. എന്താണ് GER അല്ലെങ്കിൽ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എന്ന് പറയുന്നത്? അതായത് എത്ര സ്റ്റുഡൻസ് ഒരു ലെവൽ ഓഫ് എഡ്യൂക്കേഷനിൽ എൻറോളായി കമ്പയർ ടു ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദാറ്റ് ഏജ് ഗ്രൂപ്പ്. അപ്പോൾ ടോട്ടൽ എത്ര കുട്ടികൾ ഒരു ഗിവൺ ലെവൽ ഓഫ് എഡ്യൂക്കേഷനിൽ ഒരു നിശ്ചിത ടോട്ടൽ അവിടുത്തെ മൊത്തത്തിലുള്ള ആ ഏജ് ഗ്രൂപ്പിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ. അപ്പോൾ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ പോപ്പുലേഷനകത്തു നിന്നുള്ള എത്ര കുട്ടികൾ എഡ്യൂക്കേഷൻ ലെവലിലേക്ക് ഉണ്ട്. അപ്പോൾ ഒരു എളുപ്പത്തിൽ ഓർക്കാൻ മതി. ടോട്ടൽ GR എന്ന് പറയുമ്പോൾ അവിടെ ടോട്ടൽ പോപ്പുലേഷൻ എന്നുള്ളൊരു സംഭവം എപ്പോഴും തലയ്ക്കകത്ത് ഉണ്ടാക്കി വെക്കാൻ മതി. അപ്പോൾ GR ബെറ്റർ ആയിട്ടുണ്ടെന്ന് പറയാം. 16% നിന്ന് 28% 28% ആയിട്ടുണ്ട് 2022ലേക്ക്.
ജെൻഡർ ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ GER ഇസ് ബെറ്റർ നൗ, ഇറ്റ് ഹസ് ഇൻക്രീസ്ഡ്, ഇറ്റ് ഹസ് ബിക്കം മോർ ബെറ്റർ. കൂടുതൽ എൻറോൾമെന്റ് വരുന്നുണ്ട്, SC ST പാർട്ടിസിപ്പേഷൻ ഒക്കെ കൂടുന്നുണ്ട്. അത് റിപ്പോർട്ട് നോക്കുമ്പോൾ ഇങ്ങനത്തെ ആസ്പെക്ട്സ് ഒരുപാട് ഉണ്ടാവും. പക്ഷേ കോസ്റ്റ് ബാരിയറിനെ കുറിച്ച് പറയുന്നുണ്ട്. പുവർ സ്റ്റുഡൻസ് കൂടുതലും ഇന്ത്യയിൽ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും പഠിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നു. കാരണം ഒരു മിഡിൽ ക്ലാസ്സിന് എബോ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എഞ്ചിനീയറിംഗ് മെഡിസിൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഫീസ് കാരണം. ഇപ്പോൾ മെഡിസിൻ്റെ എഞ്ചിനീയറിംഗിൻ്റെ തന്നെ ഏകദേശം 1 ലക്ഷം അല്ലെങ്കിൽ 72,000 രൂപ ഫീസ് വരുന്നതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരിൽ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഹ്യൂമാനിറ്റീസും കൊമേഴ്സുമാണ് എടുക്കുന്നതെന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ പ്രിലിംസ് ബോക്സിന് വേണ്ടി എന്താണ് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ, സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ എത്രയാണ്, ബെറ്റർ ആണോ, പ്രൈവറ്റ് സെക്ടർ ഇൻ ഹയർ എഡ്യൂക്കേഷൻ, പ്രൈവറ്റ് സെക്ടറിലുള്ളതുകൊണ്ടാണ് ഇത്രയും കോളേജുകളും സ്കൂളുകളും ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തത്. റീജിയണൽ ഡിസ്പാരിറ്റിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. മെയിൻസിൻ്റെ പോയിന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ വൈ ഡസ് എക്സ്പാൻഷൻ ഓഫ് കോളേജസ് ഓട്ടോമാറ്റിക്കലി എൻഷുർ ക്വാളിറ്റി? കോളേജുകൾ കൂടുന്നു പക്ഷേ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി കൂടുന്നില്ല, അപ്പോൾ ടീച്ചർമാർ വേണം എന്നുള്ള സംഭവം. ഷുഡ് ഹയർ എഡ്യൂക്കേഷൻ ബി ട്രീറ്റഡ് ആസ് പബ്ലിക് ഗുഡ് ഓർ മാർക്കറ്റ് ഡ്രിവൻ സർവീസ്? നല്ലൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ മെയിൻസ് ചോദ്യം തന്നെയാണിത്. നമ്മുടെ എഡ്യൂക്കേഷൻ ഒരു പബ്ലിക് ഗുഡാണോ അല്ലെങ്കിൽ മാർക്കറ്റ് ഡ്രിവൻ ഫോഴ്സ് സർവീസസ് ഉള്ള ചോദ്യമാണ്. ഹൗ ഡസ് കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എഫക്ട് സോഷ്യൽ മൊബിലിറ്റി? ഇസ് ഇന്ത്യ ഫോക്കസ് ടു മച്ച് ഓൺ ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി? ഇന്ത്യയിൽ അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അതിന് ഉത്തരവും നമുക്ക് ഇവിടെ ആലോചിക്കേണ്ടി വരും. And moving on to I'll give you a main question here. India's higher education expansion has improved access but failed to ensure equity and quality. Critically analyze or do you agree എന്ന് ചോദിച്ചാലും നിങ്ങളുടെ അഭിപ്രായം എഴുതാം. നമ്മൾ ഇക്വിറ്റിയും ക്വാളിറ്റിയും കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിൻ ചെയ്യാം എന്നുള്ളതാണ്. Now let's take a prelims question and let's see how we get it. An increase in gross enrollment ratio necessarily ensures equitable access across income groups. So necessarily എന്നൊരു വാക്ക് അവിടെ കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് നോക്കാം. റൈസിംഗ് സ്റ്റുഡൻറ് ടീച്ചർ റേഷ്യോ മേ ഇൻഡിക്കേറ്റ് എക്സ്പാൻഷൻ വിത്തൗട്ട് അഡിക്വേറ്റ്. ഇത് കറക്റ്റാണ്. സ്റ്റുഡൻറ് ടീച്ചർ റേഷ്യോ മേ ഇൻഡിക്കേറ്റ് എക്സ്പാൻഷൻ വിത്തൗട്ട് അഡിക്വേറ്റ് ഇൻക്രീസ് ഇൻ ടീച്ചിങ് കപ്പാസിറ്റി. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? സ്റ്റുഡൻറ് ടീച്ചർ റേഷ്യോ ഇപ്പോൾ കൂടുതൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു 25 പേർക്ക് ഒരു ടീച്ചറിന് 30, 40, 70 പേരാകുമ്പോൾ ടീച്ചിങ് കപ്പാസിറ്റി വിത്തൗട്ട് അഡിക്വേറ്റ് താഴെയാണ് എക്സ്പാൻഷനിൽ. അതൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹയർ പാർട്ടിസിപ്പേഷൻ ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് എലിമിനേറ്റ്സ് ഡിസ്പാരിറ്റീസ്. അങ്ങനെ പ്യുവർലി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻക്രീസ് ഇൻ ഗ്രോസ് നെസസറിലി എന്ന് പറയുന്നത് എൻഷ്യൂർസ്, അങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ രണ്ടാമത്തെ B എന്ന് പറയുന്ന 2 മാത്രമേ ഉള്ളൂ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ബിക്കോസ് അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ബിക്കോസ് യു ക്യാൻ ടേക്ക് a rising student teacher ratio എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ more student per teacher, strain on teaching quality. അപ്പോൾ എക്സ്പാൻഷൻ ഇൻ എൻറോൾമെൻറ്റ് വിത്തൗട്ട് പ്രൊപ്പോർഷണൽ ഫാക്കൽറ്റി ഗ്രോത്ത് ആണത്. അത് തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. കൺഫ്യൂസിങ് ആയിരിക്കാം, പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇതൊന്നുകൂടെ വായിച്ചു. റൈസിംഗ് സ്റ്റുഡൻറ് ടീച്ചർ റേഷ്യോ ഇൻഡിക്കേറ്റ് എക്സ്പാൻഷൻ വിത്തൗട്ട് ടീച്ചിങ് കപ്പാസിറ്റി ഇല്ലാതെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ പ്രത്യേകം ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ്, ഇത്രയും ടഫ് ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാം കേട്ടോ. അപ്പോൾ അതൊരു പ്രധാന ഇമ്പാക്റ്റ് ആണ്. സോ ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നമ്മുടെ IAS ഫാക്ടറിൻ്റെ ഇത് ബാക്കി കാര്യങ്ങൾ നോക്കുക. ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു ഓൾ ഓഫ് അവർ ചാനൽ. ആൻഡ് അടുത്ത എഡിറ്റോറിയലിൽ കാണാം. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ. നിങ്ങളുടെ കമൻസും ഇതൊക്കെ താഴെ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇതൊരു പുതിയ സെഗ്മെൻറ്റ് നമ്മൾ തുടങ്ങിയിരിക്കുന്നതാണ്. സോ എന്തായാലും ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇത്രയും പഠിക്കാൻ പറ്റി, കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇസ് റിയലി ഗുഡ്. കൺസിസ്റ്റൻസി ഉണ്ടാക്കാൻ പറ്റട്ടെ. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു വാച്ച് ഇറ്റ്.